നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ജയപാലിനെ വിളിച്ച് ശിവരാജ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എടോ, എനിക്ക് നല്ല പേടിയുണ്ട്. നരൻ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ തന്നെ എന്നോട് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു കുറിഞ്ഞിക്കാടുള്ള ആ സ്ഥലത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ. ഇനിയിപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. തന്റെ പേരിലേക്ക് അത് എഴുതി തന്നതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെ ഞാൻ നേരിട്ടോണ്ടിരിക്കുക. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ജയപാലൻ പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇനി ആ സ്ഥലത്തിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതെന്തായാലും ഞാൻ വിട്ടുതരുന്ന പ്രശ്നമില്ല. എടാ ജയപാല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നാരൻ എങ്ങാനും ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലോ ഉള്ള കള്ളത്തരങ്ങളും മുഴുവൻ പുറത്തു വരും. എന്റെ കാര്യത്തിലും തന്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാവും, അറിയാലോ. ജയപാലൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയണേ? അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് ശിവരാജൻ പറഞ്ഞു, ചിലപ്പോ ആ ഭൂമി വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും. ആ കുടുംബത്തിന് തന്നെ തിരികെ കൊടുക്കാനാ. നല്ല കഥയായി. ഈ ജയപാലൻ ജീവനോടെ ഉണ്ട്, അത് നടക്കത്തില്ല. അത് കേട്ടത് ശിവരാജൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും താൻ അതൊന്ന് ചെയ്യ. താൻ എനിക്ക് തന്ന പണം മൊത്തം ഞാൻ തനിക്ക് തിരികെ തന്നോളാം. പക്ഷെ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. എനിക്ക് ഈ വീട്ടിൽ നിൽക്കണമെങ്കിൽ എനിക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ശിവരാജൻ കാലെ കയ്യെ പിടിക്കുന്നുണ്ട്. പക്ഷെ ജയപാലൻ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് സുജാത പറമ്പില് തണുത്ത് വിറച്ചിരിക്കുവാണ്. സുജാതയ്ക്ക് വീട്ടിലേക്ക് കയറിപ്പാനായിട്ട് പേടിയാ. തലേ രാത്രിയില് ദാസിന്റെ താണ്ഡവമായിരുന്നല്ലോ. വെട്ടുകത്തേക്ക് എടുത്തോണ്ട് വന്ന് കൊല്ലാനായിട്ട് ഒരുങ്ങി. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. വല്ലാത്തൊരു ഭയമായിരുന്നു. അവനെ വിളിച്ചിട്ടാണെങ്കിലോ, വിനീതനെ വിളിച്ചിട്ടാണെങ്കിലോ അവന് വന്നുമില്ല. ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വിനീത് അത് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ ഉറക്കപ്പിച്ച് പറയുവാന്നോർത്താ വിനീത് ഇരുന്നിരുന്നേ. രാവിലെ സുജാതയെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദാസിന്റെ അടുത്തേക്ക് എന്നിട്ട് ഗീത പറഞ്ഞു, ദേ അമ്മ ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. എടി, ഇന്നലെ കൂടെ തള്ള ചിലപ്പോ പേടിച്ചു കാണും. പേടിച്ചോടി എങ്ങോട്ടേലും പോയി കാണും. ദേ ദാസിയേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മ എങ്ങാനും ചെന്ന് ആരോടേലും എന്തേലും പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ നമുക്ക് ഈ വീടിന്റെ പരിസരത്തേക്ക് പോലും അടുക്കാൻ പറ്റില്ല, അറിയാലോ. എടി, അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാ പറയണേ? ഞാൻ നോക്കട്ടെ. അമ്മ പറമ്പിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് വരാം. അപ്പോഴേക്കും ദാസ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, എങ്ങനെയെങ്കിലും തള്ളയെ ഒന്ന് അഴുന്നേപ്പിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ നോക്ക്. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. ആ സമയം ഗീത പറഞ്ഞു, ദാസേണ്ണ എല്ലാത്തിനും ധൃതി കാണിച്ചിട്ടാ. നൈസ് വേണമായിരുന്നു കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. അതെങ്ങനെയാ ഇത്തിരി ആക്രാന്തം കൂടിപ്പോയതാ. അല്ലായിരുന്നെങ്കില്. അത് കേട്ടപ്പോ ദാസ് പറഞ്ഞു, പിന്നെ ആ തള്ളയുടെ വായിലിരിക്കുന്നതെല്ലാം കേട്ടിട്ട് പിറ്റേ ദിവസം ഇവിടുന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതെല്ലാം കേട്ട് ഇവിടെ നിൽക്കണമെന്നാണോ പറയണേ? ദാസിനൊന്ന് സമാധാനമായിട്ട് ഇരിക്കുക, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പൊന്നുവിനെയും വിളിച്ചു. പൊന്നും കൂടെ കൂടെ ഉണ്ടെങ്കിൽ അമ്മ ഉറപ്പായിട്ടും താൻ പറയുന്നതൊക്കെ വിശ്വസിക്കും എന്നൊക്കെ കരുതിയിട്ട് ഗീത എന്ത് ചെയ്തു, പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുവാണ്. അമ്മയമ്മയെന്നും വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേനുമാണ് ആ കാഴ്ച കാണുന്നത്. ഒരു പ്ലാവിന്റെ ചുവട്ടില് തണുത്ത് വിറങ്ങലിച്ചിരിക്കുന്ന ഗീതയെ കാണുന്നത്. പെട്ടെന്ന് ഗീതയല്ല, സുജാതയെ കാണുന്നേ. അപ്പോഴേക്ക് ഗീത അമ്മയെന്നും പറഞ്ഞ് വിളിച്ചു. സുജാത ഒരു ഞെട്ടലോടുകൂടി നോക്കുവാണ്. പൊന്നു കൊണ്ട് കൂടെ. പെട്ടെന്ന് സുജാത ചാടി എഴുന്നേറ്റു. എന്താടി, എന്നെ കൊല്ലാൻ വേണ്ടി നിന്റെ കെട്ടിയോന്ന് എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നാണോ? അമ്മ എന്തൊക്കെയാ പറയണേ? വേണ്ടൊരു കൂടുതലൊന്നും പറയണ്ട. നിന്റെ കെട്ടിയോൻ പറഞ്ഞു വിട്ടായിരിക്കും പോയി വിളിച്ചോണ്ട് വരാനായിട്ട്. ഇന്ന് രാവിലെ അവന്റെ മുന്നിൽ എന്നെ എത്തിക്കാമെന്ന് നീ ഇന്നലെ പറയുന്ന ഞാൻ കേട്ടായിരുന്നു. അമ്മ വെറുതെ അറ്റോ മൂലമൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പറയരുത്. അതൊന്നും അല്ല സത്യാവസ്ഥ. പിന്നെ നീ കൂടുതൽ എന്നോടൊന്നും പറയുമൊന്നും വേണ്ട. അമ്മേ, ഞാനും പൊന്നും ദാസേന എന്താളും പോവുക. ഇനിയിപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല. ഞങ്ങൾ കാരണം അമ്മയ്ക്കൊരു പ്രശ്നം ഉണ്ടാകണ്ട. അതാ അടുത്ത ഇടവായിരുന്നു ഗീതയുടെ. അപ്പോഴേക്ക് സുജാത പറഞ്ഞു, വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. എന്നെ കൊല്ലാനായിട്ട്, സ്വന്തം അമ്മയെ കൊല്ലാനായിട്ട് അവനോടൊപ്പം കൂട്ടു നിന്നവളല്ലേ നീ? അമ്മ എന്താ പറയണേ? അമ്മയെ ഞാൻ കൊല്ലാനായിട്ട് കൂട്ടു നിന്നോ? പിന്നെ ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. ഓ, അമ്മ ഇങ്ങനെ ഈ അറ്റവും മൂലമൊക്കെ കേൾക്കും. അതാണ് അമ്മയുടെ ഏറ്റവും വലിയ കുഴപ്പം. അമ്മയെ കൊല്ലാനായിട്ട് ഞാൻ കൂട്ടു നിൽക്കാനോ? അതോ ഇത്രയും സ്നേഹമുള്ള അമ്മയോ? ഇത് ഈ നിൽക്കുന്ന കണ്ടില്ലേ പൊന്നു? പൊന്നു നാളെ എന്നോട് ഇത് ചെയ്താൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? പൊന്നു ഇതൊക്കെ കണ്ടല്ലേ വളർന്നു വരുന്നേ. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ അമ്മയോട് ചെയ്യുവോ? ഗീത അങ്ങോട്ട് കിടന്ന് ഉരുണ്ടും മെഴുകുവാണ്. അപ്പോഴേക്ക് സുജാത പറഞ്ഞു, വേണ്ട, എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ട കാര്യമാ എന്റെ അമ്മേ. അതൊന്നും സത്യമല്ല. അമ്മ കേട്ടത് വേറെ കാര്യങ്ങളൊക്കെയാ. പക്ഷെ എങ്കിൽ അമ്മയ്ക്ക് തോന്നിയത് അത് അമ്മയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞെന്നുള്ളേ. അങ്ങനെ ഞങ്ങൾ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അതോ അമ്മയെ കൊല്ലാനായിട്ട് ഞാൻ കൂട്ടു നിൽക്കാന്ന് പറഞ്ഞാൽ അമ്മേ ദൈവദോഷം കിട്ടും അമ്മയ്ക്ക് കിട്ടോ? സുജാത പറഞ്ഞു, നീ കൂടുതലൊന്നും പറയണ്ട. അമ്മ ഇങ്ങോട്ടേക്ക് വന്നേ, വീട്ടിലേക്ക് കയറി വന്നേ. അമ്മ എന്തിനാ ഇവിടെ തണുത്ത് വരച്ചിരിക്കുന്നേ? ഇന്നലെ ആണെങ്കിൽ ദാസേണ്ണ ഇത്തിരി
ഫിറ്റായി പോയി. ഏ, അതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെയാ, അല്ലാതെ അമ്മയോടുള്ള ദേഷ്യമൊന്നും അല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിധത്തില് സുജാതയെ അനുനയിപ്പിച്ച് അങ്ങോട്ട് മുറ്റത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുമ്പോഴത്തേനും ദാസ് അവിടെ നിൽക്കുന്ന കണ്ടു. സുജാത ദാസിനെ ഇങ്ങനെ നോക്കണം. അപ്പോഴേക്കും ദാസ് പറഞ്ഞു, അമ്മ ഇത് എന്തു പരിപാടിയാ കാണിച്ചേ, അമ്മ ഇത് എവിടെയായിരുന്നു? അത് കേട്ട് കഴിഞ്ഞപ്പോ സുജാത ദാസിനെ നോക്കി. എന്റെ അമ്മേ, ഇന്നലെ ഫിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട്, അമ്മയുടെ വീടല്ലേ ഇത്, ഞങ്ങൾ ഇനി അധികപ്പറ്റായിട്ട് ഇവിടെ നിൽക്കുന്നില്ല, ഞങ്ങൾ അങ്ങോട്ട് പോയേക്കാം, അമ്മ തന്നെ ഉള്ളല്ലോ എന്ന് ഓർത്തോണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാ. അതിന് അമ്മ ഈ വീട് വിട്ട് ഇറങ്ങി പോകേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അമ്മയ്ക്ക് തോന്നിയതാ, അമ്മ ഓരോന്നൊക്കെ ആലോചിച്ച് പിച്ചും പേയും പറയണതാ. അത് കേട്ടപ്പോ സുജാത ഇങ്ങനെ ദാസിനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, പിച്ചും പേയും പറയുന്നൊന്നും അല്ല, നീ എന്നെ ഇന്നലെ വെട്ടുകത്തി എടുത്ത് കൊല്ലാൻ ഓടിച്ചില്ലേ? ഞാനാ? എന്റെ അമ്മ വല്ല സ്വപ്നം കണ്ടതായിരിക്കും, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ട് പോലും ഇല്ല. പ്രായമൊക്കെ കൂടി വരുമല്ലേ, അപ്പൊ അതിൻ്റെതായ കാര്യങ്ങളായിരിക്കും, അല്ലാതെ ഞാൻ അമ്മ അങ്ങനെ കൊല്ലാനായിട്ട് ശ്രമിക്കുവോ? ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞു. എടി, നീ അമ്മയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അമ്മയ്ക്ക് ചായയൊക്കെ എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഗീത സുജാതയും വിളിച്ച് അകത്തേക്ക് പോകണം. അപ്പോഴേക്ക് സുജാത ഓർത്തു, ഇങ്ങനെ എന്താ മനസ്സിലാവുന്ന പോലും ഇല്ല, ശരിക്കും സംഭവിച്ചതാണോ അല്ലാത്താണോ എന്ന് പോലും ഇപ്പൊ സുജാതയ്ക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. തനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് പോലും സുജാതയ്ക്ക് തോന്നി പോവാണ്. അങ്ങനെ അകത്ത് എന്നിട്ട് ചായയൊക്കെ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, അമ്മയെ ചായ കുടിക്കാനും പറഞ്ഞുകൊണ്ട് ഗീത നിർബന്ധിച്ച് സുജാതയെ കൂടി ചായ കുടിപ്പിക്കുകയാണ്. പിന്നീട് ദാസിന്റെ അടുത്തേക്ക് ചായയായിട്ട് വന്നു. ദാസിന് ചായ കൊടുത്തിട്ട് പറഞ്ഞു, തൽക്കാലത്തേക്കൊന്ന് അടങ്ങിയ മട്ടുണ്ട്. പറഞ്ഞ മൊത്തത്തിൽ അങ്ങോട്ട് വിശ്വസിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മ കേട്ടിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോ ദാസ് പറഞ്ഞു, കേട്ടെങ്കിൽ എന്താ, ആ തള്ള കാരണം എന്റെ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് പതുക്കെ പറ ദാസേട്ടാ, ഇപ്പൊ ഒരു വിധത്തിൽ അമ്മയൊന്ന് മയപ്പെടുത്തി വെച്ചിരിക്കുന്ന, ഇനി ദാസേട്ടനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത്. വെറുതെ ഇനി മനുഷ്യനെ എന്തിനും ഏതിനും ഒരു സാവകാശം വേണമല്ലോ, ഒന്ന് അടങ്ങാൻ പറഞ്ഞു. അടങ്ങാ, എത്ര നാളത്തേക്ക് ഞാൻ അടങ്ങുമെന്ന് അറിയത്തില്ല. ആ തള്ള മര്യാദയ്ക്ക് സ്വത്തുക്കളൊക്കെ എഴുതി തരുവാണെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ദാസേഷ, ഇങ്ങനെ ചുമ്മാ കിടന്ന് ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, അതൊക്കെ അനുനയത്തിൽ വേണ്ട, എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, ഇടയ്ക്ക് കയറി പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി എന്ന് പറഞ്ഞു. ആ സമയം നിവിൻ കാവേരി കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ കാവേരി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന്. അങ്ങനെ വന്ന് സംസാരിക്കുന്ന സമയത്ത് കാവേരി നിവിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെ, ഞാൻ ഭാരതി ചേച്ചിയെ കണ്ടായിരുന്നു, ശിവരാമേട്ടന്റെ ഭാര്യയെ. അപ്പൊ അവരാണ് പറഞ്ഞത് ടൗണില് ഒരു ശിവരാജന്റെ സ്ഥലമാണ് ആ കുറിഞ്ഞിക്കാടുള്ള സ്ഥലമെന്ന്. ഒരു പക്ഷേങ്കിൽ അയാളുടെ കയ്യിൽ നിന്നായിരിക്കും ജയപാലൻ ആ സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരിക്കുക, അയാൾക്കായിരിക്കും എൻ്റെ അച്ഛൻ പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കുക. നമുക്കൊരു കാര്യം ചെയ്താലോ, അവിടം വരെ ഒന്ന് പോയി നോക്കിയാലോ? പക്ഷേ വീട് ഏതാന്ന് അറിയത്തില്ലല്ലോ. വീട് ഏതാന്ന് അറിയത്തില്ല, എന്നാലും സാരമില്ല, നമുക്കൊന്ന് പോയി അന്വേഷിച്ച് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ നിവിനും കാവേരിയും കൂടെ പോവാണ്. അങ്ങനെ ഒന്ന് രണ്ട് പേരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശിവരാജന്റെ വീട് ഏതെന്നുള്ള അവർക്ക് വിവരങ്ങൾ കിട്ടി. ആ മുരുകൻ കോവിലിന്റെ അടുത്ത്, ആ സ്ട്രീറ്റിന്റെ അടുത്ത് ഒരു നല്ലൊരു ബംഗ്ലാവാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ആ വീടിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേനും കാവേരി വെച്ചു, ഇത് തന്നെ ആയിരിക്കുമോ വീട്, കണ്ടിട്ട് ഇതാന്നാ തോന്നുന്നേ, പക്ഷേങ്കിൽ ഉറപ്പൊന്നുമില്ല, ഇനി ഇത് തന്നെയാണോ അല്ലയോ, നമുക്കൊരു കാര്യം ചെയ്യാം, ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ സെക്യൂരിറ്റിക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു, ശിവരാജന്റെ വീടാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, ഇത് രഘുനാഥ സാറിന്റെ വീടാന്ന് പറഞ്ഞു. അപ്പൊ വീട് മാറിപ്പോയോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, അല്ല ഇത് ഈ കുറിഞ്ഞിക്കാട് കുറെ സ്ഥലമൊക്കെയുള്ള ശിവരാജന്റെ വീടല്ലേന്ന് ചോദിച്ചു. അതെ, ഈ രഘുനാഥ് സാറിന്റെ മരുമോനാണ് ശിവരാജ് സാർ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കാവേരി നിവിനോട് പറഞ്ഞു, ചിലപ്പം ഇത് തന്നെ ആയിരിക്കും, ആ കുറിഞ്ഞിക്കാടുള്ള പ്രോപ്പർട്ടിയുടെയൊക്കെ ഓണർ ആയിരിക്കും ഈ ശിവരാജന്, അയാൾ ഇവിടെ ആയിരിക്കും താമസിക്കണമെന്നൊക്കെ പറയാം, അങ്ങനെയാണ് നമുക്ക് അയാളെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. ഒടുവിൽ സെക്യൂരിറ്റിക്കാരനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ആ ശിവരാജ സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അല്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾക്കൊന്ന് കണ്ടാൽ മതി, ചോയ്സ് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സെക്യൂരിറ്റിക്കാരൻ അകത്തേക്ക് വിളിക്കുകയാണ്. ആ സമയത്താണ് നരനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഈ സമയം കാവേരി നിവിനും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ശിവരാജൻ ഇപ്പൊ വരുമെന്ന് കരുതിയിട്ട്. ഒരു പക്ഷേങ്കില് ഇനിയിപ്പൊ അയാള് വന്നിട്ട് എന്തൊക്കെയാ പറയണേന്ന് അറിയത്തില്ല. അയാള് വന്ന് സത്യങ്ങൾ പറയോ, അയാള് സത്യങ്ങൾ പറഞ്ഞാലും കള്ളത്തരങ്ങൾ പറഞ്ഞാലും ഉറപ്പായിട്ടും നരൻ വരും. നരൻ വന്ന് കാവേരി കാണുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കാവേരി സത്യങ്ങളൊക്കെ അറിയാനായിട്ട് പോവുക. തന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കി കൊടുത്ത പൈസ അത് ജയപാലൻ മുക്കി എന്നുള്ള കാര്യം, ആ പ്രോപ്പർട്ടി ജയപാലൻ തട്ടിയെടുത്ത് അങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ
കാവേരി തിരിച്ചറിയും. അപ്പൊ അതിന്റെ വിശേഷങ്ങളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.